ഞാൻ ഡോക്ടർ ആർ ബിന്ദു, ഗൈനക്കോളജിസ്റ്റ്, ശാസ്ത്രമംഗലം രാമകൃഷ്ണ മിഷൻ ആശുപത്രി. ഗർഭകാല ഛർദിയുടെ 2 ഗുണങ്ങളെപ്പറ്റി കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. ഗർഭകാല ഛർദി ഗർഭസ്ഥ ശിശു അബോർഷനാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതായി നമ്മൾ കണ്ടു. ഗർഭകാല ഛർദി സാധാരണ പ്രസവത്തെ സഹായിക്കുന്നതായി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഗർഭകാല ഛർദിയുടെ മറ്റൊരു ഗുണത്തെപ്പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ അവയവ രൂപീകരണം അഥവാ ഓർഗാനോജനസിസ് നടക്കുന്നത് ഗർഭസ്ഥ ശിശുവിന് 5 മുതൽ 10 ആഴ്ച വരെ പ്രായം ഉള്ളപ്പോഴാണ്. ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് ഗർഭകാല ഛർദിയും അമിതമായി കണ്ടുവരുന്നത്. കുഞ്ഞിൻ്റെ അവയവ രൂപീകരണം നടക്കുന്ന ഈ കാലയളവിൽ ഭക്ഷണത്തിലൂടെ ടോക്സിക്കായ അഥവാ ടെറട്ടോജനിക് ആയിട്ടുള്ള ഏതെങ്കിലും കെമിക്കൽ അമ്മയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അത് കുഞ്ഞിൻ്റെ അവയവ രൂപീകരണത്തെ ദോഷകരമായി ബാധിക്കുകയും കുഞ്ഞിൻ്റെ അവയവ രൂപീകരണം സുഗമമായി നടക്കാതെ അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞ് പിറക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തെയാണ് ഗർഭകാല ഛർദി പ്രതിരോധിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ, കുഞ്ഞിൻ്റെ അവയവ രൂപീകരണത്തിന് ദോഷമായി ബാധിക്കുന്ന ഏതെങ്കിലും കെമിക്കൽ ഭക്ഷണത്തിലൂടെ അമ്മയുടെ വയറ്റിൽ എത്തുകയാണെങ്കിൽ അമ്മ അപ്പോൾ തന്നെ അതിനെ ഛർദ്ദിച്ച് കളയുന്നു. അത് കാരണം കുഞ്ഞിൻ്റെ അവയവ രൂപീകരണം സുഗമമായി നടന്ന് പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ചുരുക്കി പറഞ്ഞ ഗർഭകാല ഛർദി ഗർഭസ്ഥ ശിശു അബോർഷനാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു, സാധാരണ പ്രസവം ആകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു, ആരോഗ്യവാനായ ഒരു കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത കൂട്ടുന്നു. ഇത്രയും ഗുണഗണങ്ങളുള്ള ഗർഭകാല ഛർദിയെ ഒരു ഗർഭിണി ഭയക്കേണ്ടതുണ്ടോ? ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഗർഭത്തിൻ്റെ പ്രാരംഭദശയിൽ 1-2 തവണ ഛർദ്ദിക്കുകയാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ സന്തോഷത്തോടെ ഓരോ ഗർഭിണിയും ഇരിക്കണമെന്നാണ് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.